ഹലോ ഓൾസോ ഇറ്റ്സ് മൈ ബർത്ത്ഡേ ടടാ. സോ അത് ഞാനൊരു കോഫിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കോഫി കപ്പൊക്കെ വലുതാണ്. അതിൻ്റെ കൂടെ ദോശയും ചമ്മന്തിയും സാമ്പാറും കൂടി കോമ്പിനേഷനായിട്ടാണ് ഞാൻ കഴിച്ചത്. പരിപാടിയൊക്കെ രാത്രി തുടങ്ങിയില്ല, വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല. സോ ബാക്കി പിന്നെ നോക്കാം. അപ്പം അമ്മ എനിക്ക് ആദ്യമായിട്ടാണ് ഗോൾഡ് വളയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. ആദ്യമായിട്ടാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തരുന്നത്. ഇതിൻ്റെ പിന്നിൽ വല്ല ഉദ്ദേശങ്ങളൊന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ എന്നാലും കുഴപ്പമില്ല. ഞാൻ നിക്കിക്ക് ഗോൾഡ് വളയൊക്കെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ വള നോക്ക് നിക്കി, എൻ്റെ ഗോൾഡ് വള അല്ലല്ലോ. അതിനുശേഷം ഡ്രസ്സപ്പൊക്കെ ചെയ്തു. ഞാനും അനൂട്ടിയും കൂടി നേരെ 5 മണിക്കാണ് പ്രാക്ടീസ്. ഇപ്പം തന്നെ 4:57. ഞങ്ങൾ നൈരേൻ്റെ അവിടെ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. തൊണ്ടയാടൊക്കെ എത്തി. ഡാൻസ് പ്രാക്ടീസാണ്. വേറെ എവിടെയല്ല, ഞാൻ പഠിക്കുന്ന സ്റ്റുഡിയോ ആയിട്ടുള്ള AG ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് തന്നെയാണ്. ലൊക്കേഷൻ വരുന്നത് പറയഞ്ചേരിയാണ്. അപ്പം ഞാൻ അന്ന് നല്ല സ്റ്റൈലായിട്ടൊക്കെയാണ് പോയത്. ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഈ മുട്ടയൊക്കെ കെട്ടിയിട്ട് പിന്നെ അഴിച്ചിടുമ്പോൾ അതിങ്ങനെ സെറ്റായിട്ട് നിൽക്കുമ്പോൾ അന്തസ് അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 4ാമത്തെ ഫ്ലോറിലാണ് ഇത്. അപ്പം ഞാനും അനിയത്തിയും കൂടി നേരെ ലിഫ്റ്റ് കയറി. ആരൊക്കെ ഉണ്ടാവുന്ന ഒന്നും അറിയില്ലായിരുന്നു. സമയം എന്തായാലും 5 മണി കഴിഞ്ഞാൽ 5:10 ആയിട്ടുണ്ടാവും. സോ ഐ എം വെയിറ്റിംഗ്. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിൽ കയറി. സ്റ്റുഡിയോയിൽ കയറിയ സമയത്ത് ഫസ്റ്റ് ഞാൻ കണ്ടത് അബേട്ടനാണ്. പിന്നെ എൻ്റെ കൂടെ ഫേവറേറ്റ് മാസ്റ്ററായിട്ട് ഷാനേട്ടനെ കേട്ടോ. ഇതിലാദ്യം കണ്ട കുഞ്ഞുകുട്ടിയാണ് സുറുതി, ഇവിടുത്തെ ഏറ്റവും ക്യൂട്ട് ആൻഡ് കുട്ടി. സോ അതിൻ്റെ കൂടെ ഈ ഓടി പോകുന്നതാണ് ഞൊന്നു, ഇവിടുത്തെ ഫൗണ്ടർ മോനാണ്. ആൻഡ് ഇനി ഞാൻ കുറച്ച് മാസ്റ്റേഴ്സിനെ പരിചയപ്പെടുത്താം. ഈ റെഡിട്ട് നിൽക്കുന്നതാണ് അടുത്ത ഫേവറേറ്റ് അർജുനേട്ടൻ. അതിൻ്റെ ബാക്കിൽ ഗ്രേറ്റ് നിൽക്കുന്നതാണ് ദേവേട്ടൻ. അജിഷേട്ടൻ ആക്ച്വലി അന്ന് ലീവായിരുന്നു. അപ്പോഴാണ് ഈ 2 ക്യൂട്ട് കുട്ടികളുടെ കൂടെ ഹസിനി, പാർവതി ഇവരുടെ കൂടെ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു സ്നാപ്പിൽ. പിന്നെ ഇഷ്കിയുടെ അമ്മ, അതായത് സന്തൂർ മമ്മി, പുള്ളിക്കാരുടെ കൂടെയും വീഡിയോ എടുത്തു. ഈ ശ്രുതി എന്ന് പറഞ്ഞ കുട്ടി മര്യാദയ്ക്ക് ഫുഡും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. സോ എന്നിട്ട് ഓരോരോ ടോപ്പൊക്കെ കൊണ്ടുവന്നിട്ട് അതിങ്ങനെ പിന്നിട്ട് ഒട്ടിക്കലാണ് ഇവളുടെ മെയിൻ പരിപാടി. അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് കേക്ക് കൊണ്ടുവന്നത് ആതിരയും അനൂട്ടിയും കൂടി. അതൊക്കെ കട്ട് ചെയ്ത് വെട്ടി മുറിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അർജുനേട്ടൻ അതാ വരുന്നുണ്ടൊക്കെ പതുക്കി. അങ്ങനെ മൂപ്പർ അതൊക്കെ വെട്ടി മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒക്കെ കൊടുത്തു. എല്ലാം പ്രാക്ടീസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. നീലിമയുടെ ഒരു ഗിഫ്റ്റ് തന്നിരുന്നു നീലിമ. അപ്പോൾ അത് അൺബോക്സ് ചെയ്യുന്നതാണ്. അവരെയൊക്കെ കണ്ടുകൊണ്ടാണോന്നറിയില്ല, ഞാൻ വേഗം സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളൊട്ടിച്ച് പോപ്കോണ്, അങ്ങനെ മിനി ഇതൊക്കെ ആയിരുന്നു. പിന്നെ അമ്മ രാത്രിത്തേക്കുള്ള ചോറ് പാക്ക് ചെയ്ത് തന്നു. സാമ്പാറും മുട്ടയും ചീരക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് തുറന്നതേ ഓർമ്മയുള്ളൂ, അപ്പോഴേക്കും അത് തീർന്നു. അത്രയും പെട്ടെന്ന് തന്നത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെയും വിശത്തു. അപ്പം ഞങ്ങൾ ETയിലാണ് എല്ലാവരും കൂടിയും പോയത്. ഫ്രഞ്ച് ഫ്രൈസാണ് അവിടുത്തെ മെയിൻ സാധനം. അഫോർഡബിൾ ആയിട്ടുള്ള ഭയങ്കര അടിപൊളി ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. അതിനുശേഷം കോഫിയും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പം എന്നെ പൊട്ടിക്കുക, എന്നെ ഊറ്റുക എന്നുള്ളതാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിവിടെ തീരുന്നില്ല. ഫുഡ് കഴിക്കുന്നു, കോഫി കുടിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. അതിരെ ട്രോളുന്നു. പക്ഷെ അബിക്ക് കോഫി ഇല്ല, കാരണം അവളുടെ ബർത്ത്ഡേ ആണ്. ദിസ് ഈസ് ഡോൺ വ്ലോഗ്സ്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കോൺ അടിച്ചു പൊട്ടിക്കണം. വാട്ട് യു മീൻ? MM told that bell-icon അടിച്ച് പൊട്ടിക്കണം ഗൈസ്. അബീന്റെ വ്ലോഗാണ് ഗൈസ്. അതിനുശേഷം എനിക്ക് ഉപ്പിലിട്ട മാങ്ങ ചവച്ച ഉപ്പിലിട്ട എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അതിന് വരുന്ന വഴിക്കാണ് അപ്പം ഞങ്ങളൊരു പാർക്ക് കണ്ടത്. എനിക്ക് ഈ ലാൻഡ് റൈഡ്സ് ഒന്നും ഇഷ്ടമല്ല, ടു ബി ഹോണസ്റ്റ് പറയണേ. അപ്പം അതിലേക്കാണ് അടുത്ത യാത്ര വരുന്നത്. സമയം ഓൾറെഡി 10-11 മണി. ഒരു ലേറ്റ് നൈറ്റ് യാത്ര തന്നെയാണ്. ഈ ഒരു ചേട്ടൻ ഈ കുപ്പിയിലെ മറ്റേ ഉപ്പുവെള്ളം തരാൻ പറഞ്ഞപ്പോൾ തന്നില്ല കേട്ടോ, അതെല്ലാം എന്ന് പറഞ്ഞു. സോ അതിന് ശേഷം ഞങ്ങൾ പോയിട്ടുള്ള ഈ പാർക്കിലാണ്. ഞാനും കുഞ്ഞിനും എന്തായാലും കയറില്ലെന്ന് ഞങ്ങൾ വാശി പിടിച്ചിരിക്കുന്നു. എനിക്ക് വലിയ കാര്യത്തിൽ ബർത്ത്ഡേ ഡെയറൊക്കെ തന്നു. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് മറ്റേ ഡ്രാഗണും ജൈൻറ്റ് വീലൊക്കെയാണ് പറഞ്ഞത്. സമയം ഓൾറെഡി 11 മണി ആവാറായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിരുന്നു ആ പാർക്ക് ഏകദേശം പൂട്ടാനായിരുന്നു. അങ്ങനെ അതൊന്നും പറഞ്ഞു കേൾക്കാതെ ഇവർ 4 പേരും കയറിയിരിക്കുന്നുണ്ട്. ആതിരയും MM-ഉം ഋത്തിക്കും അന്നൂട്ടിയും ഒക്കെ ഇതിൽ കയറി. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റൈഡൊക്കെ. എന്നെ അതിലേക്ക് നോക്കണം. അപ്പോഴാണ് ഈ കുഞ്ഞു കുട്ടി അങ്ങോട്ട് കയറി പോകുന്നുണ്ടത്. അതെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് തുടങ്ങി ഒരു 2 മിനിറ്റ് ആയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇവർ മോട്ടർ അങ്ങ് ഓഫാക്കി. എന്നിട്ട് അവർ ചമ്മിപ്പ് ഇറങ്ങി വരും. അപ്പം നിങ്ങൾക്ക് കാണാം. ഒരാൾക്ക് എടുത്തത് 100 രൂപ. ടോട്ടൽ 4 പേര് 400 രൂപ. ഏത് അമ്യൂസ്മെന്റ് പാർക്കിൽ വേണമെങ്കിൽ ഞാൻ പോകും. പക്ഷേ ലാൻഡ് റൈഡ്സ് എന്നെ കൊണ്ട് നടക്കൂല. എനിക്ക് വാട്ടർ റൈഡ്സ് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇവർ ചമ്മി ഇറങ്ങി വരികയാണ്. കാരണം മോട്ടർ ഓഫാക്കി 11 മണിയൊക്കെ ആയതുകൊണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ ഗൈസ്, അവർക്ക് സംഭവം നഷ്ടമായിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഫുള്ള് തീർന്നു.
ഡിസപ്പോയിന്റഡ്. നമുക്ക് ഹൈറ്റ് കിട്ടിയില്ല. ഇല്ല, നല്ല ഹൈറ്റ് ഉണ്ട് വീഡിയോ കാണുമ്പോൾ. അന്നത്തെ അത്ര ഇല്ല. അങ്ങനെയുള്ള വൈബ് എന്ത് ഇത്? സോ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. എന്നെ റൈഡ് കൊണ്ടുപോകാനൊക്കെ ഇവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കിൽ കണ്ടൊരു ചെക്കനെ വീഡിയോ എടുക്കുന്നത്. അതെന്തിനാണിക്കൂ? സോ ബൈ ബൈ, വീഡിയോ കൊടുക്കാനൊന്നും ഉള്ള ടൈം കിട്ടില്ല. സോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ.